ഷഫി പറമ്പിൽ അടക്കമുള്ള രാഹുലിനൊപ്പമുണ്ട്. ജീവപര്യന്തം വഹിക്കാനും ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഒരുക്കമല്ല എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി എത്രയൊക്കെ ഇരുമ്പടിക്കുള്ളിലാക്കിയാലും നമ്മുടെ സഹപ്രവർത്തകരെ കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എത്രയൊക്കെ തല്ലിയൊതുക്കിയാലും ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നടന്ന സമരത്തിൽ പോലും അതിക്രൂരമായി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനടക്കമുള്ള പ്രവീണടക്കമുള്ള ആളുകളെ തല്ലിച്ചതച്ചാലും നമ്മൾ ഈ നാടിനു വേണ്ടി ഈ ജനത്തിനു വേണ്ടി മുന്നോട്ട് വെച്ച പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം പിന്നോട്ട് പോകുന്നില്ല. ഈ 9 ദിവസക്കാലം അതിനു മുമ്പും നിർലോഭമായ പിന്തുണ നൽകിയ എന്റെ അമ്മയടക്കമുള്ള ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരോട്, ഈ നാട്ടിലെ മുഴുവൻ മലയാളികളോടുള്ള ഹൃദയത്തിന്റെ ഭാഷയിലെ നന്ദി വരും ദിനങ്ങളിലെ ശക്തമായ പോരാട്ടത്തിലൂടെ തന്നെ നമ്മൾ പ്രതിഫലിപ്പിക്കുകയും തന്നെയും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ നാടാവശ്യപ്പെടുന്ന പോരാട്ടം അത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് നാളെയെങ്കിൽ നാളെ വീണ്ടും ആ പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഓരോ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നു, ഓരോ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒരൊറ്റ കാര്യം, ഈ നാട് വാടുന്ന രാജാവെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോട് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കിരീടം താഴെക്കുക, ജനങ്ങൾ പിന്നാലെയുണ്ട് എന്ന് കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരു മനുഷ്യന്മാരുടെയും ജീവിതത്തെ ദുസ്സഹമാക്കുവാനോ തടസ്സപ്പെടുത്തുവാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിശക്തമായിട്ടുള്ള പോരാട്ടവുമായി നമ്മൾ പോരാട്ടവുമായി തന്നെ ഉണ്ടാകും. ജയ് യൂത്ത് കോൺഗ്രസ്. നമ്മുടെ ഈ പോരാട്ടത്തിന് രാജ്യത്തെമ്പാട് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ BV ശ്രീനിവാസി നമ്മൾ അഭിസംബോധന സംസാരിക്കും. യൂത്ത് കോൺഗ്രസ്